അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റിയായി ഒരു IT ഹബ്ബ് പുതുപ്പള്ളിക്ക് അനുവദിച്ചു തരണം എന്നതാണ് ഞങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തരും എന്നെനിക്കറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് പുതുപ്പള്ളിയിലേക്ക് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും പുതുപ്പള്ളിയിലുണ്ട്. RIT IIT എല്ലാം ചെയ്യുന്ന RIT നമ്മുടെ നാട്ടിലുണ്ട്. KR നാരായണൻ ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് മലയാളി പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേരിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. സഖാക്കൾ എല്ലാ ദിവസവും എന്ന് പറയും പുതുപ്പള്ളിയിൽ വികസനമില്ല. എന്തിനാണ് പറയുന്നത്? നിങ്ങൾ കിഫ്ബിയിൽ സ്കൂൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ RIT കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി, ഇവിടെ അസാം കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ JNUവിലെ മറ്റൊരു സ്ഥാപനമുള്ളൂ. ആ സ്ഥാപനത്തിന് ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോൾ ആ മന്ത്രിയെ തിരിച്ചയച്ച മന്ത്രിസഭയുടെ പേരാണ് പിണറായി വിജയൻ മന്ത്രിസഭ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതുപോലെ തന്നെ SMD കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡയറ്റ് കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓരോ പഞ്ചായത്തിലും ആയുഷ് കേന്ദ്രം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും PHC അല്ലെങ്കിൽ CHC അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിനുശേഷമുള്ള പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ അറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വെളിച്ചേട്ട 7 പഞ്ചായത്ത് നൽകി UDFിനെ വിജയിപ്പിച്ചത്. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നും പറയാനില്ലാത്ത ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ ദിവസം ഒരു കള്ളം വിളിച്ചു പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കുമെന്ന് ആലോചിക്കുക വേണോ വേണ്ടതെന്ന് നേതൃത്വം പറഞ്ഞാൽ മതി. 34 ലക്ഷം രൂപ ഇവിടെ നിന്ന് ഇതേ വേദിയിൽ നിന്ന് സ്ഥാനാർത്ഥി പറഞ്ഞ വാക്കുകളാണ്. 34 ലക്ഷം രൂപ ഞാൻ ചെലവഴിച്ചു എന്ന്. സാരിക്ക് 2 കോടി കടത്ത് കൊടുത്തതുപോലെ ഞാൻ 34 ലക്ഷം രൂപ കൊടുത്തത്. ഇങ്ങനെ പച്ചക്കള്ളം പറയണോ? പച്ചക്കള്ളം പറയണോ? ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം കൊടുത്തതിന് 34 ലക്ഷം രൂപ എങ്ങനെയാവും? 34 ലക്ഷം രൂപയാവും. എപ്പോഴാണെന്നറിയാമോ? ഒരു ജില്ല മൊത്തം ചെയ്യുവാണെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ച തുകയ്ക്ക് 34 ലക്ഷം രൂപ എങ്ങനെയാവും? അപ്പോൾ എന്ത് കളത്തിലും സോളാർ കാലത്ത് കള്ളങ്ങൾ പറഞ്ഞു വരുത്തിയവരെ ഈ ഇലക്ഷൻ ജയിക്കാൻ ഒരു മാർഗവുമില്ല. പഞ്ചായത്തിൽ തോറ്റു, ലോക്സഭയിൽ തോറ്റു. 27,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കോട്ടയത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിന് പുതുപ്പള്ളി മണ്ഡലത്തിൽ നേടിക്കൊടുത്തത്. എന്നിട്ട് കള്ളം പറയുകയാണ് 14,000 വോട്ടിനുള്ളൂ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും 30,000 ഇവിടെ അടക്കമുള്ളവർ ജയിച്ച് പോയ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ മാത്രം 30,000 വോട്ടിന് ലീഡുണ്ട്. അവിടെയാണ് വീണ്ടും കള്ളം പറയുന്നത് 14,000 വോട്ടിന് ലീഡേ ഉള്ളൂ. ഇങ്ങനെ കള്ളങ്ങൾ പുറത്തെ കള്ളങ്ങൾ ഇത് സ്ഥിരമായ ഒരു കാഴ്ചയാണ്. എന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു നിർത്തുക. അത് പറയണമെന്ന് ഞാൻ ആലോചിച്ചു, പക്ഷെ പറയാനിരിക്കാൻ ശ്രമിക്കില്ല. വീണ്ടും സോഷ്യൽ മീഡിയയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്റെ പിതാവിനെ ഞാൻ കൊല്ലുവാൻ ശ്രമിച്ചു എന്നുള്ള നീചമായ പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട ചേട്ടനറിയാം എന്തുമാത്രം താല്പര്യം അദ്ദേഹം എടുത്തു, എന്തുമാത്രം എന്നോട് പറഞ്ഞു, എന്തുമാത്രം താല്പര്യം ഞാൻ എടുത്തു എന്റെ പിതാവിന്റെ ആരോഗ്യാവസ്ഥയിൽ. എന്റെ പിതാവ് ഏറ്റവും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ എന്തുമാത്രം തീരുമാനമെടുത്തു അദ്ദേഹത്തിനറിയാം. അദ്ദേഹമാണ് ജർമ്മനിക്ക് അയച്ചത്. ഞങ്ങളുടെ പൈസയില്ലാത്തപ്പോൾ 15 ലക്ഷം രൂപ അനുവദിച്ച നേതാവിന്റെ പേരാണ് എന്നുള്ളത്. അദ്ദേഹമാണ് നമ്മുടെ ഇരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു അദ്ദേഹമാണ് സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്റെ പിതാവിന്റെ അവസാനമായി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് തന്നത്. അദ്ദേഹത്തിന്റെ അന്തിമ യാത്രയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ 2 ഫ്ലൈറ്റ് അനുവദിച്ച നേതാവിന്റെ പേരാണ് അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്നെ നേതാവാക്കിയ അല്ലെങ്കിൽ എന്റെ ഭാരതത്തോടെ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിച്ച നേതാവിന്റെ പേരാണ് അദ്ദേഹം വന്നിട്ടാണ് ഞാൻ വ്യക്തമായത്. അദ്ദേഹമാണ് എന്റെ ഔട്ട്റീച്ചിന്റെ ചെയർമാനാക്കിയത്. അദ്ദേഹമാണ് എന്റെ കുടുംബത്തിൽ താങ്ങായിരുന്നത്. അദ്ദേഹമാണ് എനിക്ക് സീറ്റ് മേടിച്ചത്. നിങ്ങൾക്കറിയാം പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ 3 മണിക്കൂറിൽ സീറ്റ് പ്രഖ്യാപിച്ച ചരിത്രം എനിക്കറിയില്ല ഏതെങ്കിലും ഇലക്ഷന് ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പ്രഖ്യാപിച്ച് 3ാമത്തെ മണിക്കൂർ എന്നെ സ്ഥാനാർത്ഥിയാക്കിയ KC നേതാക്കന്മാർ അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി
അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങേ ഈ